പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു. വയനാട്ടിൽ തിരച്ചിലിനിടെ ദൌത്യസംഘത്തിനെതിരെ നരഭോജി കടുവ. താറാട്ട് ഭാഗത്ത് തിരച്ചിൽ നടത്തുകയായിരുന്ന RRT സംഘത്തിന് മേലാണ് കടുവ ചാടി വീണത്. കൈവശമുണ്ടായിരുന്ന ഷീൽഡ് കൊണ്ട് തടഞ്ഞെങ്കിലും കൈക്ക് പരിക്കേറ്റു. ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇല്ല, ചെറിയ സ്ക്രാച്ചേ കണ്ടുള്ളൂ. കുങ്കിയാനകളെ ഉപയോഗിച്ച് ഉൾക്കാട്ടിൽ തിരച്ചിൽ ആരംഭിച്ചു. കൂടുതൽ RRT സംഘാംഗങ്ങളെ പ്രദേശത്ത് നിയോഗിച്ചിട്ടുണ്ട്. അതേസമയം കടുവയെ പിടികൂടാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. ഈ സാധനം കാട്ടിൽ തന്നെയുള്ളത്, അതുകൊണ്ടാണല്ലോ ഇപ്പം നമുക്ക് ഒരാളെ കൂടി പിടിച്ചത്. RRT സംഘത്തെ പിടിച്ചല്ലോ. അപ്പൊ നമുക്ക് കാട്ടുന്നത് ഇത് വിട്ടുപോയിട്ടില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് ഇതിനെ പിടിക്കാനുള്ള തീരുമാനം എടുക്കണം. വീണ്ടും വർദ്ധിക്കുകയാണ്. ഇപ്പൊ എല്ലാ ആശങ്കയാണ്, എല്ലാവർക്കും പേടിയാണ്. പുറത്തിറങ്ങാൻ പറ്റില്ല, പണിക്ക് പോകാൻ പറ്റില്ല, കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റില്ല, ഒന്നും പറ്റാത്ത സ്ഥിതിയാണ്. സംഘടിച്ച് ഞങ്ങൾ ഇറങ്ങൂല സാറേ. ഞങ്ങളെ വീട് ഞങ്ങൾ കാര്യങ്ങൾ ഇവിടെ ആളുകളല്ലേ. മദ്രസ പോകാൻ പറ്റില്ല. ഇപ്പൊ നാളെ സ്കൂൾ പോകാൻ പറ്റുമോ? അത് നിങ്ങൾ പറഞ്ഞേര്. ഞങ്ങൾക്ക് പിന്നെ നിങ്ങളുണ്ടാണ് ഇത് പുറലോകം അറിയുന്നത്. ഞങ്ങളെന്ന് അതിനുള്ളിൽ കയറ്റുന്നില്ല. ഇവര് കളിക്കുന്ന സത്യത്തിൽ ഫോറസ്റ്റിന്റെ ആണ്. ഫോറസ്റ്റുകാരാണ് ഇതിനുള്ളിലൊക്കെ കളി. ഒരു പണിയും നടക്കുന്നില്ല. വളരെ ദയനീയ അവസ്ഥയിലാണ്. നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് അറിയാലോ, 3 ദിവസമായില്ല നിങ്ങളിവിടെ. അതേപോലെ തന്നെ ഞങ്ങൾ വളരെ ദുഃഖമുള്ള ഒരു വാർത്തയാണ്. ആ പാവപ്പെട്ട മനുഷ്യരൊന്നും പറ്റാതിരിക്കട്ടെ, ദൈവാനുഗ്രഹം കൊണ്ട്. ചെറിയ സ്ക്രാച്ച്, അതെ, ഒന്നും പറ്റാതിരിക്കട്ടെ. ഒരാളെ കടുവ തിന്നിട്ട് ആണ് ഇപ്പൊ ഈ പ്രശ്നം ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ ഓർത്ത് ഇതിനെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടാകണം. മന്ത്രിയൊക്കെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കല്ലേ. കൽപ്പറ്റയിലുണ്ട്. അയാളിന്ന് 12 മണിക്ക് ഇവിടെ വരുന്നാണല്ലോ പറഞ്ഞ്. എന്താ വരാത്ത? അന്നാ അയാൾ ഇവിടുന്ന് പോകൂല. കാരണം ഇത്രയും ദയനീയ അവസ്ഥയിലാണ് ഇവിടെ നടക്കുന്നതെന്ന് അയാൾക്കറിയില്ലേ. ഇത് ലൈവായി പോകുന്നതുകൊണ്ട് മന്ത്രി ഇങ്ങോട്ട് വരില്ല. കേളെന്താ പിന്നെ വന്നില്ല? ഇത്രയും വലിയ വിവാദ വിഷയം ഉണ്ടായല്ലോ. ഇപ്പൊ എന്താ കേളും ഇങ്ങോട്ട് വരാത്ത? വേർക്കേൾ ഇവിടുത്തെ മന്ത്രിയല്ലേ, വരണല്ലോ. അവരൊക്കെ കുടുംബത്തിൽപ്പെട്ട ഇതല്ലേ മരിച്ചത് ഇവിടെ. ജനങ്ങൾ അറിയിക്കട്ടെ, DFO വന്നിട്ട് അറിയിക്കട്ടെ എന്താണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇനി എന്താണ് ഇവിടുത്തെ നിലവിൽ അവസ്ഥ എന്താണ് ഒന്ന് അവര് വിശദീകരിക്കട്ടെ. സത്യസന്ധമായി പറയട്ടെ. നിങ്ങളുടെ സാന്നിധ്യത്തിൽ അവർ പറയട്ടെ. ഞങ്ങൾ അതിനെ കാത്തിക്കുന്നതോ. കടുവന്റെ ശല്യം മാത്രമല്ല, കുരങ്ങ് ഇവിടെ തൊഴിലാളികൾ പണിക്ക് പോകുമ്പോ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉച്ചക്ക് വരുന്ന സമയത്ത് അത് തിന്നാനുണ്ടാവില്ല. കുരങ്ങിനെ കൊണ്ട് അത്രയും വലിയ ശല്യ. ജനപ്രതിനിധികളാണ്, ജനങ്ങളാണല്ലോ ഇവരൊക്കെ അധികാരത്തിലേക്ക് ഏറ്റുന്നത്. അവര് വന്ന് ഇടപെട്ട് ഇതിനൊക്കെ പരിഹാരം എത്രയും പെട്ടെന്ന് കാണണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്നിപ്പോ തെളിവായല്ലോ. അവർക്ക് തന്നെ അക്രമങ്ങൾ കിട്ടിയപ്പോ അവർക്കും തെളിവായല്ലോ. സാധനം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ രാത്രി പറഞ്ഞേ, ഈ രാത്രി ഇതിന്റെ മുകളിലുണ്ട് സാധനം. ഇന്നലെ രാത്രി ഇതിന്റെ മുകളിൽ, ഇന്ന് രാവിലെ സാധനം അങ്ങനെ നീങ്ങിയില്ലേ. കാരണം ഇവരെല്ലാം കയറിയതിന് ശേഷമാണ് കയറിയില്ലേ. ഇതിന് ജനങ്ങൾ മുന്നേ മറയിട്ടിട്ട് ഇവർ കൊണ്ടുപോകാനാണ് ജനങ്ങൾ വിടാൻ തയ്യാറല്ല. ഞങ്ങൾ ഇതിന്റെ മുകളിൽ എത്ര അതിന്റെ പേരിൽ ജയിലിൽ കിടക്കാൻ തയ്യാറാണ്. ഞങ്ങൾ റെഡിയാണ്, ജനങ്ങൾ റെഡിയാ. കാരണം ഒരു ഫോറസ്റ്റുകാരന് ഇവിടുന്ന് അനങ്ങൂല. ഈ മന്ത്രി ഈ പറഞ്ഞ കാലത്ത് 10 ദിവസം ഞങ്ങളെ വീട്ടിൽ വന്നിരിക്കട്ടെ. അവർ ഭാര്യനും അവരും മക്കളും കൂടി ഞങ്ങൾ വീട്ടിൽ വന്ന് ഞങ്ങൾ വീട് വെഞ്ഞു കൊടുക്കാം. അവർ വന്നിട്ട് അവർ സേഫ്റ്റിയോടെ ഇരിക്കട്ടെ. അവർക്ക് എത്ര സേഫ്റ്റി ഉണ്ടാവുന്നില്ലേ. ഒരു സെക്യൂരിറ്റി കൊടുക്കാതെ അവരിരിക്കട്ടെ. എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടായാൽ മതി. ഇതിനൊന്ന് പിടിച്ചു കൊണ്ടുപോയാൽ മതി. കൊല്ലൊന്നും വേണ്ടാന്നുള്ള അവസ്ഥയിലപ്പോ നമ്മളെത്തി. ഇന്നലെ വരെ നമുക്ക് കൊല്ലലേനു. ഇന്ന് എങ്ങനെ ഇവിടുന്ന് ഒഴിവാക്കി തരലാണ് നമ്മളെ മാർഗം. MS സനീഷ് കുമാർ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. അനീഷ്, നമ്മളിപ്പോൾ കേട്ടത് മുഴുവൻ ആ നാട്ടിലെ ജനങ്ങളുടെ ആശങ്കയാണ്. കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അവരുടെ വേദനയാണ്, അവരുടെ ആശങ്കകളാണ് നമ്മൾ കേൾക്കുന്നത്. അതിന് ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ. കടുവയെ പിടികൂടുക, അല്ലെങ്കിൽ കടുവയെ വെടിവെച്ച് കൊല്ലുക എന്നുള്ള ഒരു ഉത്തരം മാത്രമേ അവർക്ക് കേൾക്കേണ്ടതുള്ളൂ. ഇന്നിതാ ഒരു RRT അംഗത്തിന് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. എന്താണ് RRT ഉദ്യോഗസ്ഥർ പറയുന്നത്? കടുവയിലേക്ക് എത്ര വേഗം അവർക്ക് എത്താൻ സാധിക്കും? കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് ഇപ്പോൾ ലഭിക്കുന്നത്? നമ്മളിപ്പോൾ കാണുന്നത് ഒരു വലിയ പോലീസ് വിന്യാസമാണ്. ഒരുപക്ഷെ കടുവ ആക്രമണം നടന്ന ദിവസങ്ങളിലൊന്നും സ്ഥലത്തില്ലാത്ത വിധമുള്ള ഒരു പോലീസ് സേനാ വിന്യാസം. നിരവധി പോലീസുകാരാണ് ഇവിടെ മുതൽ മരിച്ച രാധയുടെ വീട് വരെ നിലയുറപ്പിച്ചിരിക്കുന്നത്. അവരൊക്കെ നിൽക്കുന്നത് വലിയ സുരക്ഷ തീർക്കുന്നതിനാണ്. ഈ മന്ത്രി രാധയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഒരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷെ ഇതൊന്നും അല്ല ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നതിനുള്ള ഈ ഒരു കാരണം വന്നത്. കാരണം സംസ്ഥാന ക്യാബിനറ്റ് അംഗം ബഹുമാനായ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അദ്ദേഹം നടത്തിയ 2 സ്റ്റേറ്റ്മെന്റുകൾ. ഒന്ന്, ഈ നമ്മുടെ രാധ എന്ന് പറയുന്ന നമ്മുടെ സഹോദരിയെ കടുവ കടിച്ചു കൊന്നത് കാടിനകത്ത് വെച്ചാണെന്നാണ് അദ്ദേഹം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്. ആ വിവരം അദ്ദേഹം എവിടുന്നാണ് അദ്ദേഹത്തിന് കിട്ടിയത്?
അല്ലെങ്കിൽ ആരാണ് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചത്? രണ്ടാമത്, ഇവിടെ നടക്കുന്ന ഈ ഒരു പ്രതിഷേധ പരിപാടികൾ രാഷ്ട്രീയ പ്രേരിതം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആരാണ് അദ്ദേഹത്തോട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞത്? ഇവിടെ എല്ലാ രാഷ്ട്രീയത്തിലും വരുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുള്ള ആളുകൾ അവരുടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല നമ്മളിവിടെ ഇരിക്കുന്നത്. മനുഷ്യൻ എന്നുള്ള ഒറ്റ വികാരത്തിൽ മാത്രമാണ്. ആ മനുഷ്യൻ എന്നുള്ള ഒറ്റ വികാരത്തിൽ ഇരിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങളെ അവഹേളിക്കുന്ന, പരസ്യമായി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവഹേളിക്കുന്ന സമീപനമാണ് ബഹുമാനായ വനം വകുപ്പ് മന്ത്രി എടുത്തിട്ടുള്ളത്. അദ്ദേഹം ഇന്നിപ്പോ ഈ മരണവീട് സന്ദർശിക്കാൻ വേണ്ടി വരിക. ഞങ്ങൾ പറഞ്ഞു അത് സന്ദർശിക്കണം, അവരെ ആശ്വസിപ്പിക്കണം, ആ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കണം. അതിലൊന്നും ഒരു തരത്തിലുമുള്ള തടസ്സവാദങ്ങളുമായിട്ടല്ല ഈ നാട്ടുകാർ ഇവിടെ കൂടിയിട്ടുള്ളത്. അദ്ദേഹം ഉന്നയിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം അടിസ്ഥാനരഹിതമായി ഒരു ക്യാബിനറ്റ് അംഗത്തിന്റെ വായിൽ നിന്ന് വരേണ്ട വാക്കുകളല്ല, കൃത്യമായി പഠിച്ചിട്ടായിരിക്കണം ഒരു ക്യാബിനറ്റ് അംഗം ഒരു മാധ്യമങ്ങളോട്, പൊതുസമൂഹത്തോട് ഒരു കാര്യം പറയേണ്ടത്. വായിൽ തോന്നുന്നത് കോതക്ക് പാട്ട് എന്നുള്ള രീതിയിലല്ല അദ്ദേഹം ചെയ്യേണ്ടത്. ഇവിടെ ചെയ്തിരിക്കുന്നത് അതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രതിഷേധവുമായി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹം ആ സ്റ്റേറ്റ്മെന്റുകൾ പിൻവലിച്ചാൽ മതി. എനിക്കറിവില്ലായ്മ കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്കത് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ് ഈ സാഹചര്യം വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനിയായ പോലീസ് ഓഫീസർമാരോട് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ന്യായമായ ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെയുള്ള ആളുകൾ ഇരിക്കുന്നത്. നിങ്ങൾ ഒരു തരത്തിലുള്ള നിങ്ങൾക്ക് ക്യാബിനറ്റ് അംഗത്തെ കടത്തിക്കൊണ്ടുപോകാനോ, ഞങ്ങൾ അദ്ദേഹത്തിനെ ആക്രമിക്കാനോ, കല്ലെറിയാനോ, കരിങ്കൊടി കാണിക്കാനോ അല്ല ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിഷേധം ന്യായമാണ്. ആ പ്രതിഷേധം അദ്ദേഹത്തിന്റെ അടുത്ത് ബോധിപ്പിക്കണം. അദ്ദേഹം അത് പറഞ്ഞാൽ മതി, എനിക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന്. ഇതായിരുന്നു ഞങ്ങളുടെ ആവശ്യം. ഇതാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ മന്ത്രിയെ കാത്തു നിൽക്കുന്നത്. ഒന്ന്, അദ്ദേഹം ഈ കാട്ടിനുള്ളിൽ വെച്ചാണ് രാധയ്ക്ക് ഈ കടുവയുടെ ആക്രമണത്തിൽ അപകടം പറ്റിയത്. മറ്റൊന്ന്, ഈ സമരം രാഷ്ട്രീയ പ്രേരിതമാണ്. ഇന്നലെ രാവിലെ മുതൽ നടന്ന സമരം, ബേസ് ക്യാമ്പിന് സമീപം നടന്ന സമരം നമ്മൾ കണ്ടിരുന്നു. കളക്ടറോ സബ് കളക്ടറോ ADMO എത്തിയാൽ ഈ സമരം ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടും മണിക്കൂറുകളോളം ജനങ്ങൾ കാത്തിരുന്നിട്ടും അവരെത്താൻ എത്തിയില്ല. അതുകൊണ്ട് തന്നെയാണ് മന്ത്രിയെ വഴിയിൽ തടയാനുള്ള നീക്കം. മന്ത്രി വരാൻ നിൽക്കുന്ന വഴിയിൽ ആദിവാസികളടക്കമുള്ള ആളുകൾ കുത്തിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വലിയ പോലീസ് സേന വിന്യാസമാണ് ഉള്ളത്. ഈ ആക്രമണം നടന്ന സ്ഥലം പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ ബോർഡറിലാണ്. നാളെ അവരോട് പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ സെക്രട്ടറി ഇൻചാർജ് വഹിക്കുന്ന ആൾ അവരോട് നാളെ പണിക്ക് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു സുരക്ഷിതയും ഇല്ലാണ്ട് ഇവരെ നാളെ എങ്ങനെയാണ് തോട്ടത്തിൽ പണിക്ക് വിടേണ്ടത്? ഈ പാവങ്ങളെ എങ്ങനെയാണ് നാളെ തോട്ടത്തിൽ പണിക്ക് വിടേണ്ടത്? ആ ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾ നാളെ ജോലിക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. രാവിലെ 8 മണി മുതൽ 3 മണി വരെ ഫീൽഡിലും, പിന്നെ 8 മുതൽ 4:30 വരെ ഫാക്ടറിയിലും ജോലി ചെയ്യാനാണ് പറഞ്ഞത്. ഇതിന് തീരുമാനമാകാണ്ട് ഞങ്ങൾ ജോലി തുടരുന്ന പ്രശ്നമില്ല. ഇന്നൊരു RRT അംഗത്തിനാണ് പരിക്കേറ്റത്. ഇത് നാളെ ഞങ്ങൾക്ക് വരില്ല എന്നെന്ത് ഉറപ്പ്? അത് ഇവര് ഉറപ്പ് തരുമോ? അപ്പൊ ഇതിനൊരു തീരുമാനമാകട്ടെ, ഞങ്ങൾ ജോലിക്ക് ഇറങ്ങില്ല. അത് ആരെന്തെങ്കിലും പറഞ്ഞാലൊന്നുമില്ല. ഇവര് ഞങ്ങളെ കൂടെ ഉള്ള കാലം ഞങ്ങൾ ഇതിന് തന്നെ സമരത്തിന്, ഈ കടുവനെ കൊല്ലുന്നവരെ ഞങ്ങൾ ഇതിനൊരു തീരുമാനമില്ലാണ്ട് പണിക്ക് ഞങ്ങളില്ല. ഞങ്ങൾക്ക് ഒരു നേരം അന്നല്ലെങ്കിൽ വേണ്ട. എന്താ സുധീറിന്റെ കടയിൽ പോയാൽ ഞങ്ങൾക്ക് കിട്ടും. ഒരു നേരത്തെ അരിയല്ല, കുഴപ്പമില്ല, അത് ഞങ്ങൾ വാങ്ങി തിന്നും, അതിന് കുഴപ്പമില്ല. ഈ കടുവനെ കൊല്ലാണ്ട് ഇനി ജോലിക്ക് പോകുന്ന പ്രശ്നമല്ല. അത് ഞങ്ങൾ ഉറപ്പിച്ച തീരുമാനം. സെക്രട്ടറി അല്ല, ഏത് കലക്ടർ വന്ന് പറഞ്ഞാലും ഞങ്ങൾ അതിന് തീരുമാനം എടുത്തത് കഴിഞ്ഞു. എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ പണിക്ക് വരണമെന്ന്. ഞാൻ പറഞ്ഞു ഞങ്ങളാരും വരില്ല, ഞങ്ങൾ നാട്ടുകാരെ കൂടെ ഞങ്ങൾ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞ്. നിങ്ങളാരും ഞങ്ങളെ നോക്കൂല. ഇന്നലെ മുതൽ മിനിഞ്ഞാന്ന് മുതൽ ഞങ്ങൾ പറഞ്ഞതാണ് ഇതേപോലെ പ്രശ്നമുണ്ട്. സെക്രട്ടറി ആവട്ടെ, കലക്ടർ ആവട്ടെ, ഞങ്ങളാരും സംരക്ഷിക്കാൻ ആരും സൂപ്രസിഡന്റുമാർ പോലും വന്നിട്ടില്ല. ഞങ്ങളോട് 100 കിലോ പറക്കി 200 കിലോ പറക്കി എന്ന് പറഞ്ഞ രേയമ്മ പോലും ഞങ്ങളെ നോക്കാൻ ആരും വന്നിട്ടില്ല. അപ്പൊ നമ്മൾ തൊട്ടടുത്തുള്ള നമ്മളെ നാട്ടുകാരുടെ അടുത്ത് നമ്മൾ ജാതിയോ മതോ പാർട്ടിയോ ഒന്നും നോക്കിയിട്ടില്ല. നമ്മളെ ആൾക്കാരുടെ കൂടെ നമ്മൾ സഹകരിച്ച് നമ്മൾ ഈ സമരം എവിടം വരെ പോകും അവിടം വരെ ഞങ്ങളും പോയിക്കോളും. ഞങ്ങൾ കൂലിപ്പണി എടുത്ത് കഴിയുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് പണിക്ക് പോകാണ്ട് ഞങ്ങൾക്ക് വേറെ ഒരു ഇതുമില്ല, മാർഗവുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവരെ കൂടെ നിന്നിട്ട് ആ കടുവേനെ എത്രയും പെട്ടെന്ന് പിടിച്ച് കൊല്ലണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. കളക്ടറാണ് നിങ്ങളുടെ ചെയർമാൻ, MD ജില്ലാ കളക്ടറാണ് ചെയർമാൻ. ജില്ലാ കളക്ടറാണ് ചെയർമാൻ. എങ്ങനെ സാറാ എത്തിയിട്ടും കളക്ടറൊന്നും കാണാൻ ഒന്നും വന്നില്ല. ഞങ്ങളും മനുഷ്യരല്ലേ സാറേ, ഞങ്ങളും ജീവൻ, അവരെപ്പോലെ ജീവൻ നമുക്കും ദൈവം തന്നതല്ലേ. നമുക്ക് ഒന്നേ പറയാനുള്ളൂ, നമുക്ക് സംരക്ഷണം വേണം, ഇതിനെ കൊല്ലണം.
നമുക്കിപ്പോ സപ്പോർട്ട് ഇവര് മാത്രമേ ഉള്ളൂ. ഇവർക്ക് മക്കളെല്ലാവരും ഉള്ളവരാണ്, നമുക്കും ഉണ്ട്. ഇട്ടറിഞ്ഞ് ഞങ്ങളും നമുക്ക് സംരക്ഷണം വേണം, ജീവൻ വേണം നമുക്കും. ജോലിക്ക് ചെല്ലാനല്ലേ ഞങ്ങൾ കേട്ടു, ഞാൻ കുറച്ച് വീഡിയോ പിടിച്ചിട്ടുമുണ്ട്. അവര് പറയുന്ന വാക്ക് പെട്ടെന്ന് പെട്ടെന്ന് മാറ്റുന്ന ആൾക്കാരാണ്. 100 അനുഭവമാണ്, ശമ്പളമില്ല, ഒന്നുമില്ല. അടിമകളെ പോലെ എന്നും പണിയെടുപ്പിക്കുന്നത്, വെറും പട്ടികളെ പോലെ എടുപ്പിക്കുന്നത്. സത്യമാണ്. ഞാൻ ഇവരോട് ചോദിച്ച് കറക്റ്റ് ഇവർക്ക് ആദിവാസികളാണ്, ശരിക്കും ചോദിച്ചാൽ അറിയാൻ പറ്റും. അത്രയും പേരോട് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. മനസാക്ഷി ഇല്ലാതാണ് ഈ ഇത്രയും കടുവാശല്യം നിൽക്കുമ്പോൾ ജോലി. സത്യം, ആന വരുന്ന സ്ഥലം ഭയങ്കര ശല്യാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പൊ സാറുമാർ 2-3 ദിവസം ഇവിടെ നിൽക്കുന്നത് അറിയാലോ, കുറെയൊക്കെ മനസ്സിലായില്ലേ. നമ്മളെ നിരപരാധിത്വം മാത്രം ഞങ്ങൾ പറയുന്നുള്ളൂ. പാവങ്ങളാണ് ഞങ്ങൾ, ജീവിക്കണം, അത്ര ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇതിനെ കൊല്ലണം. കുട്ടികളൊക്കെ വീട്ടിലുണ്ട്. ഇല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല, വീട്ടിൽ തന്നെ. അതിൽ സുരക്ഷിതമായ വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ വരുന്നത്. രോഗിയായ അമ്മ വരെ വീട്ടിലുണ്ട്. അവരൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിന് വരുന്നത്. കാരണം ഞങ്ങൾ ഇന്നലെ ആദ്യത്തേക്ക് വന്നു. ഇപ്പൊ നാളെ ഞങ്ങൾക്ക് വരാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് നാളെ വരും. അപ്പൊ ആ ഒരു പേടിയുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ ഈ എന്താണെങ്കിലും ഇവര് കടുവേനെ കൊല്ലണം. ഞങ്ങളെ മുന്നിൽ വെച്ച് തന്നെ കൊന്നിട്ട് കൊണ്ടുപോയിക്കോട്ടെ. ഇതിപ്പോ ഇവര് ഇവിടുന്ന് മയക്കുവെടി വെച്ചിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി തള്ളും. അവിടെ ഒരു മനുഷ്യന് വരുന്ന അപകട ഇതാ. അത് ഇത് കൊല്ലണം എന്ന് ഞങ്ങൾ തീരുമാനം എടുത്തതാ. ഇനി മുന്നോട്ട് തന്നെ പോകും ഇത് കൊല്ലുന്നവരെ. ഇതാണ് ഏറ്റവും കൗതുകരമായ കാര്യം. കാരണം ഈ പ്രിയദർശിനി എസ്റ്റേറ്റ് എന്നത് ഒരു സർക്കാർ ഉടമസ്ഥയിലുള്ള, അല്ലെങ്കിൽ ഭാഗികമായി സർക്കാർ ഉടമസ്ഥയിലുള്ള ഒരു പട്ടികവർഗ സൊസൈറ്റി, ആദിവാസികളുടെ ഒരു സഹകരണ സംഘത്തിന്റെ കീഴിലുള്ള ഒരു എസ്റ്റേറ്റാണ്. ആ എസ്റ്റേറ്റ് 3-4 ഇടങ്ങളിലായി 1500 ഏക്കറോളം തേയിലത്തോട്ടം ഒക്കെ മറ്റ് കൃഷികളുമൊക്കെ ഈ എസ്റ്റേറ്റിന്റെ ഉടമസ്ഥയിലുണ്ട്. ജില്ലാ കളക്ടറാണ് ഈ എസ്റ്റേറ്റിന്റെ ചെയർമാൻ. സബ് കളക്ടറും ഈ മാനേജിംഗ് ഡയറക്ടറായുള്ള സമിതിയാണ്. DTPC സെക്രട്ടറിയാണ് ഇതിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഉദ്യോഗസ്ഥൻ. അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥാപനത്തിൽ അവരോട് നാളെ ജോലിക്ക് ഹാജരാവാൻ പറഞ്ഞിരിക്കുകയാണ്. കടുവയുടെ ഭീതി ഒഴിയാത്ത സാഹചര്യത്തിൽ എങ്ങനെ ജോലിക്ക് പോകും എന്നതാണ് ഇവരുടെ ആശങ്ക. ഒപ്പം മന്ത്രിയെ കണ്ട് ഇവരുടെ പരാതികൾ പറഞ്ഞിട്ടേ പോകൂ എന്നാണ് പറയുന്നത്. രാധയുടെ വീടിന് സമീപമുള്ള റോഡിൽ കുത്തിയിരിക്കുകയാണ്. വലിയ പോലീസ് സന്നാഹവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതാണ് എം എസ് സനീഷ് കുമാർ ഉള്ളത്. കൊല്ലപ്പെട്ട രാധയുടെ വീടിന് സമീപമാണ്. അവിടെ വലിയ പ്രതിഷേധമാണ്, വലിയ പോലീസ് സന്നാഹം അവിടെയുണ്ട്. മന്ത്രിയെ തടയുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അവിടുത്തെ നാട്ടുകാർ. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ പോലീസ് സന്നാഹം അവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. എന്തായാലും രാധയുടെ വീട്, കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട് അല്പസമയത്തിനകം വനം മന്ത്രി സന്ദർശിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ പോലീസ് സന്നാഹം അവിടെയുള്ളത്. ആളുകൾ, അവിടുത്തെ നാട്ടുകാർ, സാധാരണക്കാർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. തങ്ങളുടെ ആശങ്ക മന്ത്രിയെ അറിയിക്കാനാണ്, അല്ലാണ്ട് മറ്റൊന്നിനുമല്ല തങ്ങൾ വന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും മന്ത്രി വരുമ്പോൾ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് വൻ പോലീസ് സന്നാഹം അവിടെ എത്തിയത്. എം എസ് സനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.